ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന ഓട്സ് വെച്ച് ഇഡ്ഡലിയാണ്. അതിനു വേണ്ടി നമുക്ക് ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. അതിന് 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വേണം നമുക്കൊന്ന് വറുത്തെടുക്കാൻ. ഓട്സ് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് വെച്ച് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ലോണം തരിതരിപ്പായി പൊടിച്ചിട്ടുണ്ട്. നമ്മൾ ഓട്സ് ചൂടാക്കിയ പാത്രത്തിൽ തന്നെ നമ്മൾ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവയും ഒന്ന് ചൂടാക്കാം. ചെറിയ രീതിയിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ഓട്സ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത്രയും മതി, നമുക്ക് നിർത്താം. ഓട്സും റവയും ഒരു പാത്രത്തിലോട്ടിട്ട് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിട്ട് ഒഴിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഒരു ഫോർക്ക് വെച്ച് നമുക്കൊന്ന് ഇളക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. കട്ടയില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം നോക്കി വേണം ഒഴിക്കാൻ. പാകത്തിന് വെള്ളം കൂടി പോകരുത്. ഇനി കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇത്രയും അതിപ്പോൾ കട്ടയൊന്നുമില്ല, ലൂസായി ഇങ്ങനെ ഇരിക്കണം മാവ്. ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് ഇളക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കുക. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇടാം. ഇത് വേണമെങ്കിൽ ഇടാം. അപ്പം ഞാൻ
ഇടുന്നുണ്ട്. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മളുടെ ഇഡലി പാത്രത്തിൽ ലേശം എണ്ണ, തട്ടിൽ എണ്ണ തേച്ച് കൊടുക്കണം. അന്നേരം നമുക്ക് പെട്ടെന്ന് ഇളകി വരും. എല്ലാത്തിനും നമ്മൾ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാവ് മതി. നിറച്ച് വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്ത തട്ടിൽ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ തട്ടിലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രത്തിലോട്ട് വയ്ക്കാം. ഇഡലി പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിതും എടുത്ത് ഇഡലി പാത്രത്തിൽ വെച്ച്, നമ്മൾ 2 തട്ടാണ് വെച്ചേക്കുന്നത്. ഇത് അടപ്പിൽ വെച്ച് നമുക്കൊന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കെടുക്കാം, വേവിച്ചെടുക്കാം. അടച്ചു കൊടുക്കാം. ഇഡ്ഡലിയൊക്കെ വെന്ത് കഴിഞ്ഞ് നമുക്ക് തണുക്കുമ്പോൾ ഒരു പാത്രത്തിലോട്ടാക്കാം. നമ്മൾ ഇഡ്ഡലിയൊക്കെ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുത്ത് തണുത്ത് എല്ലാം റെഡിയാക്കി വെച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു വിഭവമാണ്. തയ്യാറാക്കാൻ വീടുകളിൽ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. റവയും ഓട്സും വെച്ചാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓട്സ് കൂടുതൽ വെച്ചാണ് തയ്യാറാക്കുന്നത്. കുറച്ച് മത്തതി ചേർത്താതി. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എന്നും നമ്മൾ ഓരോ വെറൈറ്റികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലേ? അതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ ഓട്സ് വെച്ചും റവയും വെച്ചും നമ്മൾ തയ്യാറാക്കി ഇഡലിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്നുകൂടെ പറയുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.